ഇത് ഞങ്ങളുടെ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിൻ്റെ വീഡിയോ ആണിത്. നമ്മൾ ഈ നിൽക്കുന്ന ബോണക്കാട് വരെ ബസ് വരുള്ളൂ. പിന്നീട് ഒരു 2 കിലോമീറ്റർ നടന്നു വേണം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്താനായിട്ട്. സ്വന്തമായിട്ട് വണ്ടിയുള്ളവരാണെങ്കിൽ അതിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് വരെ പോകാവുന്നതാണ്. അങ്ങോട്ട് പോകുമ്പോൾ നല്ല ഉഷാറായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല. പക്ഷെ തിരിച്ചു വരുമ്പോൾ നമ്മൾ പെടും. നടന്നാണെങ്കിൽ നമ്മൾ 6 പേര് ഒരു ടീമായിട്ട് ജേർണി ക്രാഫ്റ്റിൻ്റെ കൂട്ടത്തിലാണ് ഈ ട്രക്കിങ്ങിന് പോയത്. ഞാൻ, രഞ്ജിത്ത്, കണ്ണൻ, ശ്രീനി, നിഷാൽ, പിന്നെ ഹസീനയും. നമ്മൾ 4 പേര് എൻ്റെ കാറിലും 2 പേര് ബൈക്കിലുമായിട്ടാണ് നമ്മൾ ഈ സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട് പോയത്. ചെറിയ വണ്ടികൾ, ഇപ്പം എൻ്റേത് വാഗണറാണ്, ചെറിയ വണ്ടികളിലൊന്നും വരാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് റോഡ് വളരെ മോശമാണ്. എൻ്റെ തന്നെ ടയർ അവിടെ എത്തിയപ്പോഴത്തേക്കും വിണ്ട് കീറി പഞ്ചറായിട്ട് സ്റ്റെപ്പിനിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ചു വന്നത്. അതുകൊണ്ട് ചെറിയ വണ്ടിയിൽ മാക്സിമം വരാതിരിക്കുക. ഞങ്ങൾ ഓഫ് സീസൺ സമയത്താണ് ഈ ട്രക്കിങ്ങിന് വന്നത്. നവംബർ മാസത്തിലാണ് നമ്മൾ ഈ ട്രക്കിന് വന്നത്. അതുകൊണ്ട് തന്നെ ഈ ചായക്കടയിലൊന്നും ബ്രേക്ക്ഫാസ്റ്റോ കാര്യങ്ങളോ ഒന്നും കാര്യമായിട്ട് കഴിക്കാനുള്ളതൊന്നും ഇല്ലായിരുന്നു. ചായയും ചെറുകടിയൊക്കെ കിട്ടിയുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പോകുന്ന വഴിക്ക് വേറൊരു ചായക്കടയുണ്ട്. അവിടെ അത്യാവശ്യം ഫുഡും ഉച്ചക്കത്തെ ഫുഡും ഒക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. നമ്മൾ ഏകദേശം ഒരു 7 മണിയായപ്പോൾ തന്നെ ഇവിടുന്ന് ചായയും കുടിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് യാത്ര തിരിച്ചു. പോകുന്ന വഴിക്ക് നമുക്ക് ടീ എസ്റ്റേറ്റ്, പൂട്ടിക്കിടക്കുന്ന ഒരു ടീ എസ്റ്റേറ്റും അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇടതുവശത്തായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ചായക്കട കാണാൻ പറ്റും. അവിടെ നിന്ന് നിങ്ങൾ ഫുഡ് ഓഫ് സീസണിലാണ് വരുന്നതെങ്കിൽ ഫുഡൊക്കെ മേടിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കടകളൊന്നുമില്ല. നമ്മൾ ഫുഡ് മേടിക്കാതെ നമ്മൾ തിരിച്ച് വന്നിട്ട് പിന്നെയും ഫുഡ് മേടിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. ഓഫ് സീസണിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അവിടെ നിന്ന് തന്നെ ഫുഡോ കാര്യങ്ങളോ കരുതേണ്ടതാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഉച്ചക്കത്തെ ആദ്യത്തെ ദിവസത്തെ ഉച്ചക്കത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ കരുതണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ട്രക്ക് ചെയ്ത് നമ്മൾ മോളിൽ എത്തിയതിന് ശേഷമേ പിന്നെ നമുക്ക് ഭക്ഷണം കിട്ടത്തുള്ളൂ. ഇടയ്ക്ക് വെച്ചൊന്നും ഭക്ഷണങ്ങളൊന്നും കിട്ടത്തില്ല. ഞാൻ ഈ പറഞ്ഞ റോഡ് ഇതാണ്. വളരെ മോശമായ റോഡാണ്. നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ഒരു ടയർ പൊട്ടി. നമ്മൾ വഴിയിലൊന്നും കിടന്നില്ല. അവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് നമ്മൾ ചെന്നിട്ട് ടയറെല്ലാം മാറ്റേണ്ടി വന്നത്. വേറൊരു കാര്യം, ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് ഞാൻ കണ്ടത്, നമ്മുടെ കൂട്ടത്തിൽ വന്ന ഗൈഡ് 2 പേര്. ഒരു ഗൈഡ് നമ്മുടെ ഗൈഡായിരുന്നു. ആ ഗൈഡ് പിന്നെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ടൊരു അപ്പാപ്പനുണ്ടായിരുന്നു. ആ അപ്പാപ്പനും ഈ ഗൈഡും നമ്മൾ കാറിൽ പോകുന്ന വഴിക്ക് ക്രോസ് ചെയ്ത് പോയത് അന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ല. അന്ന് നമുക്കറിയത്തുമില്ലായിരുന്നു അവരെ. ഇന്ന് നമ്മൾ ഇപ്പോൾ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഈ മാമനെ കണ്ടത്. ഈ മാമനാണ് നമ്മുടെ ബാഗ്, കുറച്ച് പേരുടെ ബാഗ് പിടിച്ചത്. അത് പൈസ കൊടുത്തിട്ടാണ് പിടിച്ചത്, ഫ്രീ ആയിട്ടല്ല. പിന്നെ ഇതായിരുന്നു നമ്മുടെ മെയിൻ ഗൈഡ്, വിൻസെൻ്റ് ചേട്ടൻ. ഈ വിൻസെൻ്റ് ചേട്ടനെയും നമ്മൾ ക്രോസ് ചെയ്ത് പോയായിരുന്നു. അത് ഇപ്പോഴാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ കൃത്യനിഷ്ഠയോടുകൂടി വന്നതുകൊണ്ട് ആദ്യമേ എത്തിയത് നമ്മൾ തന്നെയായിരുന്നു. നമ്മൾ വന്നപ്പോൾ അവിടെ ആരും വന്നിട്ടില്ലായിരുന്നു. നമ്മൾ വന്നിട്ട് നമ്മൾ മറ്റേ പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ സെറ്റായിട്ടാണ് കൊണ്ടുവന്നത്. ID കാർഡും ഹെൽത്ത് സർട്ടിഫിക്കറ്റും എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ആദ്യമേ തന്നെ അവിടെ വെക്കാൻ പറഞ്ഞത് പ്രകാരം അവിടെ വെച്ചു. അവിടെ വെച്ചിട്ട് നമ്മൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്, നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താഴെ പോയി. തൊട്ട് താഴെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇരുന്നപ്പോഴാണ് അവിടുത്തെ ഓഫീസർമാരും കാര്യങ്ങളൊക്കെ വന്ന് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. നമ്മൾ താഴത്തുനിന്ന് മേടിച്ച ബ്രേക്ക്ഫാസ്റ്റ് അവിടെ വെച്ച് തന്നെ നമ്മൾ കഴിക്കുമായിരുന്നു. പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഷുഗർ ഉണ്ടെങ്കിൽ മാറ്റി കഴിക്കണം. ഒരു സൈഡിലോട്ട് പഞ്ചസാര.
കേക്ക് സഹായിക്കും കേട്ടോ. കേക്ക് സഹായിക്കും. അത് വറുത്തായിരിക്കും. തിന്നാനാണോ എല്ലാരും അങ്ങനെയാ വരുന്നത്. 3 ദിവസമല്ലേ അഡ്ജസ്റ്റ് ചെയ്യണം. ടേസ്റ്റി ആയിരിക്കുന്നല്ലോ. അതെ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാം പിടിക്കുന്നുണ്ട്. കടലക്കറി മണം. കടലാക്രമണ കറി. പുട്ട് വേണോ? ഇത്രയും ബഹുമാനത്തോടെ പുട്ട് വേണമെന്നിന് ഒരു കുറ്റിപ്പുട്ടും കൂടെ, ഒരു അരപ്പഴം. കേട്ടാ 360 പിടിച്ച് നിറച്ചാണോ. അങ്ങനെ ഒരു 8-8:30 ആയപ്പോഴത്തേക്കും അവിടെ ഓഫീസർമാരൊക്കെ വന്നു. നിറച്ച ആളുകളായി. പോകാനുള്ള ആൾക്കാരെല്ലാവരും എത്തി. ഫോറസ്റ്റ് ഓഫീസറായ അജിത് കുമാർ സാറ് നമുക്ക് പോകേണ്ട ഡീറ്റെയിൽസ് എല്ലാം ബ്രീഫ് ചെയ്ത് തന്നു. വെൽക്കം ടു ട്രക്കിംഗ്. നിങ്ങൾ പോകുന്ന ട്രക്കിങ്ങിന്റെ സ്ഥലത്തിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടല്ലോ. ഏറ്റവും ജൈവ വൈവിധ്യവും പിന്നെ പരിസ്ഥിതി പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തും മാത്രമല്ല കേരളത്തിലെ ഏറ്റവും ദുർഘടമായ ട്രക്കിംഗ് റൂട്ടിലോട്ടാണ് നിങ്ങൾ പോകുന്നത്. അപ്പൊ അവിടെ അതിൻ്റെതായ നല്ല ഡെൻസ് ഫോറസ്റ്റ് ആണ്. ധാരാളം വന്യമൃഗങ്ങളുണ്ട്. അതേപോലെ കാലാവസ്ഥ എപ്പോഴും മാറി മറിയാം. എപ്പോൾ വേണമെങ്കിലും ശക്തമായ മഴ വരാം, കാറ്റ് വരാം, മഞ്ഞ് വീഴ്ച വരാം. അപ്പൊ നമ്മൾ പോകുന്നത് നമ്മുടെ ട്രക്കിംഗ് ആണെങ്കിലും നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കി പോകണം. കാര്യം എന്ന് പറഞ്ഞാൽ പോകുന്ന മൊത്തം നല്ല വനമാണ്, ഡെൻസ് ഫോറസ്റ്റ് ആണ്. അതിനകത്ത് ഇഷ്ടംപോലെ വന്യമൃഗങ്ങളുണ്ട്. നമ്മൾ അവരുടെ ആവാസ സ്ഥലത്തേക്കാണ് നമ്മൾ കടന്നു കയറുന്നത്. നമ്മൾ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സേഫ്റ്റി നോക്കുക. അതിന് പ്രകൃതിക്കോ മൃഗങ്ങൾക്കോ യാതൊരു തടസ്സവും ഇല്ലാതെ ശല്യം ഉണ്ടാക്കാതെ നിങ്ങൾ ട്രക്കിംഗ് നടത്തണം. നിങ്ങൾക്ക് അതിനുവേണ്ടിയാണ് ഞങ്ങൾ ട്രൈബൽ പീപ്പിൾ ഉണ്ട്, ഇവിടുത്തെ ലോക്കൽ ആൾക്കാരുണ്ട്. അവരെ നമ്മൾ ഗൈഡായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഈ വനത്തിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ട്. അപ്പൊ അവരുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ കർശനമായിട്ട് പാലിക്കണം. അവർ പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകരുത്. അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടു പോവുക. നിങ്ങൾ അവിടെ പോകുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ വനത്തിനകത്ത് നമ്മൾ ഒരു പ്ലാസ്റ്റിക് പോലും അവിടെ നിക്ഷേപിച്ചിട്ടില്ല. വളരെ ക്ലീൻ ആയിട്ടാണ് നമ്മളിവിടെ സംരക്ഷിച്ചു വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ പ്ലാസ്റ്റിക്, ലഹരി പദാർത്ഥങ്ങൾ, പൂജാ സാധനങ്ങൾ, സോപ്പ്, ഷാമ്പു, പെർഫ്യൂംസ്, ഇത്രയും സാധനങ്ങൾ ഒരു സാധനം അങ്ങോട്ട് നമ്മൾ കടത്തി വിടുന്നതല്ല. ഉണ്ടെങ്കിൽ പരിശോധനയ്ക്കുമ്പോൾ അതെല്ലാം മാറ്റിക്കോളണം. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒരു 4-5 പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ പറ്റാത്ത സാധനമാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ അനുവദിക്കും. അത് ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇവിടെ കൊടുത്തിട്ട് പ്ലാസ്റ്റിക്കിന്റെ എണ്ണം വെച്ചിട്ട് നിങ്ങൾ ഒപ്പിട്ട് ആ പൈസ കൊടുക്കുക. തിരിച്ചു വരുമ്പോൾ ആ പ്ലാസ്റ്റിക്കിന്റെ പൈസ പ്ലാസ്റ്റിക് കാണിച്ച് ആ പൈസ തിരിച്ചു വാങ്ങുക. ഓക്കെ. പിന്നെ അത് മാത്രമല്ല, ഇന്ന് നിങ്ങൾ പോകുന്നു, നാളെ ഇറങ്ങണമെന്ന് പറയരുത്. 3-ാമത്തെ ദിവസം മാത്രമേ ട്രക്കിങ്ങിന്റെ നമ്മളൊരു പാക്കേജ് വെച്ചിട്ടുണ്ട്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട്. മറ്റന്നാൾ മാത്രമേ തിരിച്ച് ഇറങ്ങാവൂ. അല്ലാതെ ഇറങ്ങരുത്. ഒറ്റയ്ക്ക് ഇറങ്ങുകയോ ഗൈഡുകൾ നിർബന്ധിക്കുകയോ ഒന്നും ചെയ്യരുത്. ഓക്കെ. അപ്പൊ ഹാപ്പി ജേർണി. താങ്ക് യു. അങ്ങനെ ബാഗ് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പോകാനായിട്ട് സ്റ്റാർട്ടിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ടൂറിസ്റ്റ് ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ട്. അതിൽ നമ്മുടെ 1-2 പേരുടെ ബാഗുകൾ നമ്മൾ എന്തെങ്കിലും പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെടുക്കുന്നതായിരിക്കും. അങ്ങനെ ഞാൻ എൻ്റെ ബാഗൊക്കെ ഞാൻ കൊടുത്തായിരുന്നു. ബാഗെല്ലാം സെറ്റ് ചെയ്ത് ഫുഡെല്ലാം ബാഗിലാക്കി, നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡെല്ലാം ബാഗിലാക്കി നമ്മൾ അവിടെ നിന്ന് 10 മണിയായപ്പോൾ യാത്ര തുടങ്ങി. ഇത് കട്ടിച്ച് നമുക്ക് ഒരു സിബ് കളയില്ല നോക്കിയൊക്കെ ഇടയ്ക്ക് പുള്ളി. പക്ഷെ അവിടെയാണ് 2 ഇടാൻ പറ്റൂലല്ലോ. ഫ്രണ്ട് പോകണം. ചാവൊന്നുമില്ല, ഭയങ്കര പവറാണ്. ഭയങ്കര കൈപ്പാണ്. എന്തിന്റെ സാധനം എന്തോ പൂളങ്കാര ആദ്യം പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങളവിടെ തന്നെയല്ലേ പറയുന്നത്? അതാണ് ഞാൻ മറ്റേ പാങ്ങോണ്ട് അടുത്താണ്. അവിടെ
ഇഷ്ടം പോലും ഉണ്ട് അവിടെ ഇതിന്റെ വാക്കിയകത്തോട്ട് ഇതിന്റെ വയറ്റിൽ നിന്ന് ഒരു ഫ്ലൂയിഡ് വരും. അപ്പോഴത്തേക്ക് ആ സാധനം ഈ ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. പണ്ഡിതനാണെന്ന് തോന്നുന്നു. ആരാത്? പണ്ഡിതനാണെന്ന് തോന്നുന്നു. കണ്ണൻ പണ്ഡിതൻ. ഓ ചുറ്റുമാരിടാ 5 കിലോമീറ്റർ ആയിരുന്നു. പറ്റിക്കാൻ വേണ്ടി പോയെന്ന്. തുടങ്ങാൻ പോണല്ലേ ഉള്ളൂ. നല്ല പടയാളികളെ കടന്നു വരൂ. കടന്നു വന്നു. ദേ എഴുതി വെച്ചേക്കുന്നു. അത് ചുമ്മാ പറ്റിക്കാൻ. സീരിയസ്ലി ഏറ്റവും ടോപ്പായിരിക്കും ഹൈറ്റ് എഴുതി. ആയിരിക്കും. നമ്മളിപ്പോ പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറി വഴിയാണ് പൊക്കോണ്ടിരിക്കുന്നത്. നിങ്ങൾ സംസാരിച്ച് നടക്കണമെന്ന് ഇത്രയും ക്ഷീണിക്കണം. അങ്ങനൊന്നുമില്ല. വായിക്കൂടെ ബ്രീത്ത് ചെയ്താൽ ഇത്രയും ക്ഷീണിക്കില്ല. ക്യാമറയിൽ നോക്കിയാൽ പല്ല് പറഞ്ഞു. അത് ഇവിടുത്തെ പുലിക്ക് ആത്മാവ് ഇഷ്ടമല്ലേ? ഇവിടുത്തെ പുലിക്കുമ്പോ ഇതുപോലുള്ള ഇറച്ചി കിടക്കണയാണ് ഇഷ്ടം. എത്ര മണിക്ക് ഇറങ്ങും? 8 മണിക്ക്. മഴ സ്റ്റാർട്ടായിട്ടില്ല. എല്ലാ മൃഗത്തിനും ഫോട്ടോ എടുത്തോണ്ട് പോകുന്നു. നമ്മൾ സാധാരണ തിണ്ടാ നിൽക്കുമല്ലോ പോകുന്നവരെ. അത് നോക്കിയേ, ആ മരം നിൽക്കുന്ന നോക്കിയേ. നമ്മൾ പറയും അത് എടുക്കുന്നതാണ് എടുക്കാത്തതാണ്. നമുക്ക് അവിടെ ഒരു എണ്ണമുണ്ട്, ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലമുണ്ട്. ഫോട്ടോ എടുത്തായിരുന്നു. വേറെ വഴിയുണ്ട് ഫോട്ടോ എടുക്കാൻ. നാളെ ഇഷ്ടം പോലെ അല്ല, മറ്റന്നാൾ ഇഷ്ടം പോലെ സമയമുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ. ഓ ആയോ വേറെ ഉണ്ട്. കരമനയാറെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ കരമനയാറിൻ്റെ തീരത്തി.
പ്രമോദോട് അതിനകത്ത് കയറ്, അതിൽ കയറ്. പ്രമോദ് അതിൽ ചവിട്ട്, കല്ല് ചവിട്ട്, താഴെ വേണ്ട, തടി ചവിട്ട്. കൈ പൊട്ടിയ പിന്നെ എനിക്കൊരു രണ്ട് കാലം പറയുന്നുണ്ട്. പിന്നെ കുറച്ച് പൊക്കി പിടിക്കണം. അതെങ്ങനെ? അല്ലെങ്കിൽ അല്ലെങ്കിൽ എല്ലാവരെയും കിട്ടും. എന്നെ കിട്ടോ? കിട്ടും. മറ്റേന്ന് പറഞ്ഞാൽ മോഹം ഞാൻ അടുത്തിരിക്കുന്നു. നമ്മളിവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. ആണോ? നേരത്തെ മുക്കാളത്തിടുന്നു. ഇനി ശങ്കയുണ്ടോ? ഇവിടെ ഉണ്ട്. ശങ്കയുണ്ടോ? പശു പോകണമെങ്കിൽ കണ്ട ക്യാമ്പ് 3 ആയി. 10 കിലോമീറ്റർ കഴിഞ്ഞ്. അത് നോക്കണം എന്തിനാണ്? അത് കിട്ടും, അത് കിട്ടും, അത് എടുത്തിട്ടുണ്ടത്. നിങ്ങൾ അങ്ങനെ ഓരോന്നായിട്ട് നമ്മളെ ഉമ്മ പിടിച്ചാൽ മതി. 5 കിലോമീറ്റർ 5 കിലോമീറ്റർ 3 മണി നേരം ആച്ചാ? അല്ലല്ല 1.5 കിലോമീറ്റർ. 1.5 മണിക്കൂർ. ഇതാകുമ്പോ നമ്മൾ ഈ ഒരു പേസ് പിടിച്ചങ്ങ് പോയാൽ മതി. കോട്ടെ. പുളി തന്നെ കേട്ടോ. ഇൻസ്റ്റയിലും എല്ലാം റേഞ്ച് വരുന്നുണ്ടോ? നമ്മളെ ഗിയർ ഇപ്പോഴാ വീഴുന്നത്. ആയിക്കോട്ടെ. ചേച്ചി ബാക്കിലുണ്ടോ നോക്കിയോ? വരുമ്പോഴേ ഉണ്ടെങ്കിൽ പറിച്ചോണ്ടോ വീട്ടിൽ കൊണ്ടുപോയി. എനിക്കിത് ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. തിരിച്ചു വരുമ്പോ പറിച്ചു. പക്ഷെ എനിക്കത് കറി വെച്ച് കഴിക്കാൻ ഇഷ്ടം. തിരിച്ചു വരുമ്പോ എന്തായാലും ഉണ്ടെങ്കിൽ പറയണം. അല്ല അത് കൊണ്ടുപോകാൻ സമ്മതിക്കില്ലല്ലോ അവര്. കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ആണോ? ഇവിടെ കഴിക്കാം. ഇവിടെ ഉള്ള സാധനമല്ലേ ഇവിടെ നിന്ന് യൂസ് ചെയ്തിട്ട് കൊണ്ടുപോവാ. അതിലും വെറുതെ എനക്കൊന്നും വരാനില്ലടാ. അടിക്കരുത്, അടിക്കരുത്, കമ്പൂച്ചടിക്കരുത്. മുമ്പേ കയറി പോയവരൊക്കെ അങ്ങ് എത്തിക്കാണ്. മുട്ടക്കൊന്നും എത്തിക്കാണ്. നമ്മളെ മുമ്പേ കയറി പോയല്ല. രണ്ടല്ല പോയി. ഞാൻ ടോർച്ച് എടുക്കുന്നത് നീ ഒരു ധൃതിയും പിടിപ്പിക്കണ്ട. രാത്രി ആയാലും എത്തിയാൽ മതി. ഇവിടെ ടോർച്ച് ഉണ്ട് എന്റെ കയ്യിലല്ലേ. നമുക്ക് കുഴപ്പമില്ല. അവർക്ക് പ്രശ്നമാണെങ്കിൽ അവർ വെയിറ്റ് ചെയ്തോളൂ. ഞാൻ പതുക്കെ കയർത്തുള്ളൂ.
ഓരോ മിനിറ്റ് വെച്ച് എടുക്കാൻ നോക്കണം. കാട്ടിനുള്ളിൽ അതെ, ഞാൻ സ്പീഡിൽ പോകണമെന്ന് വിചാരിച്ചു. നിങ്ങൾ ആരും ഇത് പറയണ്ട, സ്ലോ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടാ. ഞാൻ എൻ്റെ സ്പീഡ് കൊണ്ട് പോവാണ്. ഈ ഓപ്പോസിറ്റ് വരുന്നവർ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കയറിയ ആൾക്കാർ തിരികെ വരുന്നതാണ്. അവർ തിരിച്ചിറങ്ങി രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു വരുന്ന നമ്മളെ ക്രോസ് ചെയ്ത് പോകുന്നതാണ് ഈ കാണുന്നത്. ഓ കണ്ണന്റെ അടുത്ത് നോക്കി നടക്കാൻ കൊങ്ങണി പറഞ്ഞാണ്. അരെ ചോഞ്ചാം കരുതല്ല അല്ല, നോക്കി നടക്കാൻ പറഞ്ഞ ചുമ്മാ ചീത്ത വിളിച്ചതാണ്. വേണം. അല്ല, എടുത്തിട്ടില്ല. അല്ലെങ്കിൽ സൂപ്പർ. ഇവിടുന്നാണോ വെള്ളം പിടിക്കേണ്ടത്? മുട്ടക്കൊന്നിട്ടാറായേട്ടാ. നമ്മള് മൂന്നാമത്തെ ടീമായി, ഇപ്പൊ നാലാമത്തെ ടീം വരും. അടുത്തടുത്ത് നിർത്തട്ടെ. പോട്ടെ, 4-5 ടീം പോട്ടെ. നമ്മുടെ കൂട്ടത്തിൽ വിൻസൻ ചേട്ടനുണ്ട്. വിൻസൻ ചേട്ടൻ എനിക്ക് ചെയ് വേറെ വെള്ളം എടുക്കാൻ പറ്റുമല്ലോ ചേട്ടാ. അങ്ങോട്ട് വെള്ളം ഉണ്ടല്ലോ വേറെ. ലാസ്റ്റ് എത്തുമ്പോൾ പറയണേ, അപ്പൊ നമുക്ക് കുടിച്ചിട്ട് ലാസ്റ്റ് എത്തുമ്പോ വേസ്റ്റ് ചെയ്യാൻ സ്റ്റോപ്പ് റെക്കോർഡിംഗ്. ഇവിടെ ഒരു മരം ഉണ്ട്, നോക്കി വരണേ. എന്റെ സ്പീഡ് കുറയ്ക്കണമെങ്കിൽ പറയണേ. കുറച്ച് പറഞ്ഞ അല്ല, കുറച്ച് പയ്യെ പോകാൻ പറ്റുമോ? ഭയങ്കര സ്പീഡാണ്. മരം ഫോട്ടോ എടുക്കുന്ന വരെ കാണൂടാ. ഇവിടെ എടുക്കാം. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഇവിടെ എടുക്കാം. ഇവിടെ ഒരെണ്ണം എടുത്താലേ. ഇവിടെ എടുക്കണേ, എടുത്തോ. വാ വാ വാ, ക്യാമറയിലോണം എടുക്കേ. I'll take a book. ആ ഇത് വരിക. 1000 അട്ട എടുത്തോണ്ട് വരാനുള്ള പ്ലാനുകളാണ്. കാണാമോ?
നമ്മൾ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും എല്ലാം നിന്ന് ഫോട്ടോ എടുത്ത് സ്ഥലങ്ങളെല്ലാം നല്ലോണം ആസ്വദിച്ച് പോയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ലേറ്റ് കമ്മേഴ്സായിരുന്നു. എന്നാലും നമ്മൾ ക്യാമ്പ് സൈറ്റിൽ വളരെ നേരത്തെ എത്തുകയും ചെയ്തായിരുന്നു. തിരിച്ചു വരാൻ നേരത്ത് നമ്മൾ ഒരുപാട് ലേറ്റായിട്ടാണ് വന്നതും. അത് നമ്മൾ ഇതുപോലെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എക്സ്പ്ലോർ ചെയ്ത് വരുന്നതുകൊണ്ടായിരുന്നു. എന്താണ് നിശാല പറഞ്ഞത്? അവരിനി ബാക്കിലാവും. എന്റെ പോകുന്നവരെ അവര് ബാക്കാവും. അവരെ കൂടെ ഗൈഡ് ഇല്ല. അല്ല, അവരെ കൂടെ ഗൈഡും ഇല്ല. 1-2 പേര് ഗൈഡൊക്കെ വരുന്നത്. ചിലപ്പോ അവർ ഒറ്റയ്ക്ക് പോകും. ഞാൻ സ്പീഡ് കുറയ്ക്കണോ? വേണ്ട. ഇത് ഏട്ടയാണ്. ഞാൻ സ്പീഡ് കുറയ്ക്കണോ? ഞാൻ സ്പീഡ് കുറയ്ക്കണോ? കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ? കുറയ്ക്കാം. ഇവിടെ ഒരു പുളിയാവാം. ഇവിടെ കുളിച്ച് ഞാൻ കാത്തിറക്കി കുളിച്ചിട്ട് 6 പേര് അങ്ങോട്ട് വരും. ഞങ്ങളെ കഴിക്കണമെങ്കിൽ കഴിച്ചിട്ടൊക്കെ ഇരിക്കും. അതിനൊന്നുമില്ല. അതൊന്നും ഇല്ലല്ലോ. ആസിലേക്ക് കുളിക്കുന്ന വേണമെങ്കിൽ കുളിച്ചോ. ഒരു തണുപ്പിലാക്കി മുട്ടക്കുന്ന് കയറാം. ഈ വഴിയല്ലേ പോകേണ്ടത്? കുളിക്കണ്ടേ? എന്താണ്? കഴപ്പെന്ന് പറഞ്ഞാൽ ഇതിനാണ്. കൊടുങ്കഴപ്പെന്ന് പറയണതേ, കൊടുങ്കഴപ്പെന്ന് പറഞ്ഞാൽ ഇതിനാണെന്ന്. ഞാനില്ല, കുളിക്കണല്ലേ? ഇല്ലില്ല, പുള്ളി അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. കുളിക്കണല്ലേ? അവിടെ വയ്ക്കാനാ? ഞാൻ കുളിക്കട്ടെ. ഡേ 1 പാർട്ട് 1 വീഡിയോയിൽ ഇവിടം കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ നമ്മൾ കരമനയാറിൽ ഒരു കുളിയൊക്കെ പാസ്സാക്കി കുളിച്ച് ഫ്രഷായിട്ട് യാത്ര തുടരുന്നതിൻ്റെ വീഡിയോ പാർട്ട് 2-ൽ നമുക്ക് വീണ്ടും കാണാം. ഇത്രയും നേരം നമ്മളെ സഹിച്ചതിന് വളരെ നന്ദിയുണ്ട്. തുടർന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. വേഗമാ വാങ്ങേ.